ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കാണിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. സോൾട്ടഡ് മൈദ ബിസ്ക്കറ്റ്സ്. അതിൻ്റെ റെസിപ്പിയോടെ ഞാൻ കാണിച്ചു തരുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അധികം ഇൻഗ്രീഡിയൻസും ഇല്ല. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറച്ച് 3/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ബട്ടറാണ്. ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതൊരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടി പോകരുത് കേട്ടോ, നമ്മൾ ലാസ്റ്റ് കുറച്ചും കൂടി സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടി പോവാതെ നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 3 to 4 മിനിറ്റ്സ് എന്തായാലും നന്നായിട്ട് കൈയിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് വരണം മാവ്. അപ്പോൾ അതാ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് 2 ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ റൗണ്ട് ഷേപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പിലും പരത്തിയെടുക്കാം. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് പരത്തിയത്. ദെൻ അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് സ്ക്വയർ രൂപത്തിലാക്കി. ദെൻ പിന്നെ വീണ്ടും ചെറുതാക്കിയിട്ട് കൊടുത്തിട്ട് സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്യുക. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിന് ഹോൾസ് ആക്കി കൊടുക്കുക. ഒരു 3-4 ഹോൾസ് ആക്കിയിട്ട് നമ്മൾ 50-50 ബിസ്ക്കറ്റ് കഴിക്കില്ലേ, അപ്പോൾ അതിനുണ്ടാവില്ല, അതേപോലത്തെ ഹോൾസുകൾ ഇട്ട് കൊടുക്കുക. ദെൻ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറേശ്ശെ സോൾട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ചില്ലി പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുഴയ്ക്കുമ്പോൾ സോൾട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ലാസ്റ്റ് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഇടുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ഇടുക. അപ്പോൾ അത് ചില്ലി പൗഡർ ഞാനവിടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇതിന് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഹീറ്റ് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കളറ് ചേഞ്ച് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഉള്ളിൽ പെട്ടെന്ന് വേവുകയില്ല, അതുപോലെ ക്രിസ്പി ആവുകയില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.